ത്യാഗത്തിൻ്റെയും സ്മരണത്തിൻ്റെയും ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആഗതമായിരിക്കുന്നു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു മക്കൾ നൽകുന്നത്. അള്ളാഹുവിൻ്റെ പരീക്ഷണം തീർന്നു എന്ന് വിചാരിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വീണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണം. ആരുമില്ലാത്ത മക്കയിൽ നിന്ന് തൻ്റെ ഭാര്യ ഹാജറ ബീവിയെയും പിഞ്ചു മകനെയും ഇവിടെ നിർത്തി വേണം പോവാൻ. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് കരുതി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യാത്ര പുറപ്പെട്ടു. ആരാരുമില്ലാത്ത മക്കയിൽ തനിച്ചായി ഹാജറ ബീവിയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും. പക്കലുണ്ടായിരുന്ന വെള്ളവും ഈത്തപ്പഴവും എല്ലാം തീർന്നുപോയി. തൻ്റെ മകനെ നിലത്ത് കിടത്തി 2 പർവ്വതങ്ങൾക്കിടയിൽ ഓടിച്ചാടി നടന്നു. ആ സ്മരണക്കാണ് നാം ഇന്ന് സഫാ മർവക്കിടയിൽ 7 പ്രാവശ്യം ചുറ്റുന്നത്. വെള്ളം കിട്ടൂലെന്നുറപ്പിച്ച ഹാജറ ബീവി കരയുമ്പോഴാണ് മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാല് നിലത്തടിച്ച് കരയാൻ തുടങ്ങിയത്. അത്ഭുതകരമെന്ന് പറയട്ടെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാല് നിലത്തടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ധാരാളമായി വന്നു. മതിവരോളം കുടിക്കുകയായിരുന്നു ഹാജറ ബീവി. വെള്ളം നിൽക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു സംസം എന്ന് വെച്ചാൽ മതി മതി. അന്ന് നിന്ന വെള്ളമാണ്, ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് വെള്ളമാണ് അവിടെ നിന്ന് കുടിക്കാനും കൊണ്ടുപോകാനും ഉപയോഗിക്കുന്നത്. കാലം ഒരുപാട് കടന്നു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിജയിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വീണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണം. തൻ്റെ പിഞ്ചുമകനെ അറുക്കാൻ വേണ്ടി ഉടൻ ചെന്നു മലയിലേക്ക് ഒരു വാളുമായി. അറുക്കുന്നതിന് മുമ്പ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, പിഞ്ചുമകനെ നിന്നെ അറുക്കാൻ വേണ്ടി ദിവ്യകൽപ്പനം വന്നിട്ടുണ്ട്, എന്താണ് നിൻ്റെ അഭിപ്രായം? ഇത് കേട്ട ഉടൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, വാപ്പാ, അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ, എന്നെ അറുക്കുവിൻ. വാൽ കഴുത്തിൽ വെക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരാടുമായി കടന്നു വരുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു, ദാ ഈ ആടിനെ ബലിയറുത്തോളൂ. ഒട്ടുമിക്ക എല്ലാ ഹജ്ജിൻ്റെ കർമ്മവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഹാജറ ബീവിയെയും ഓർമ്മിപ്പിക്കുന്ന കർമ്മങ്ങളാണ്. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ.